ഹായ് ഗൈസ്, ഇന്നൊരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുവാണ് നമ്മൾ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ലെമൺ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് വെക്കുന്നത്. അത് ഏറ്റവും ആദ്യം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മൂന്ന് പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് പീസ് മുറിക്കാൻ പറഞ്ഞപ്പോൾ അവർ വന്നിട്ട് അറിയാണ്ട് വന്നിട്ട് കറിക്കുള്ള പീസ് പോലെ ആക്കി, ശരി അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മുടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ, ലെമൺ സ്ക്വീസ് ചെയ്ത് വെച്ച നാരങ്ങ, ലെമൺ ജ്യൂസ് കൂടെ വന്നിട്ട് ഒഴിച്ച് നന്നായിട്ടത് മാഗ്നേറ്റ് ചെയ്യുക. നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഏകദേശം ഒരു 1 ഹവറോളം മാക്സിമം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ അരി വന്നിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിടണം. ഞാനൊരു 2 ഗ്ലാസ് അരിയാണ് ഇട്ടത്. 2 ഗ്ലാസ് അരി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ വന്നിട്ട് ഇട്ട് വെച്ചു. പിന്നെ വന്നിട്ട് സവാള വന്നിട്ട് കുറച്ച് കൂടുതൽ വേണം. നമ്മൾ സവാള വറുത്തും അതുപോലെ തന്നെ സവാള റോസ്റ്റ് ചെയ്തിട്ടുമാണ് ഇതിൽ വന്നിട്ട് കൂടുതൽ ചേർക്കുക. ഓക്കെ, സവാള കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 4-5 നല്ല എരിവുള്ളതുകൊണ്ട് 4-5 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 10-12 അത്യാവശ്യം മീഡിയം വലിയതാണ് ഇവിടുത്തെ നമ്മുടെ വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി. ഇത് നന്നായിട്ടല്ല ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഇത് കൈ കൊണ്ട് തൊടാനേ പാടില്ല. മാക്സിമം സ്പൂൺ വെച്ചില്ല, ഞാൻ കത്തി വെച്ച്, അതാകുമ്പോൾ ഇടയ്ക്കുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ അരി നന്നായിട്ട് കഴുകി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അരി നന്നായിട്ട് വെള്ളം കഴുകി വെച്ചിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഒരു 2 ബാച്ചായിട്ടാണ് ഞാൻ വന്നിട്ട് നമ്മുടെ സവാള ഫ്രൈ ചെയ്ത് മാറ്റുവാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ എടുത്ത് വയ്ക്കും. കാര്യം നമ്മൾ എടുത്തിരിക്കുമ്പോൾ തന്നെ അത് കുറച്ച് ക്രിസ്പി ആവും, കുറച്ചുകൂടെ ആവും. അതുകൊണ്ടൊരു മീഡിയം ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ തന്നെ എടുത്ത് നമ്മളതൊരു പാത്രത്തിലേക്ക് വന്നിട്ട് മാറ്റി വെച്ച്. ഏകദേശം ഒരു 3-4 സവാള ഞാൻ വന്നിട്ട് ഒരു ചെറിയ ടൈപ്പായിരുന്നു, അതുകൊണ്ട് 3-4 സവാള ഞാൻ മാറ്റി വെച്ചു. അതേസമയം നമ്മൾ കുക്കറിലാണ് ഞാൻ ചെയ്യണത്. അടി കട്ടിയുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ ചെയ്യുവാണ്. അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെ അളവിന് വെള്ളം എടുത്ത് അതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ട് പിന്നെ പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 4 ഏലക്ക ചതച്ചത്, അത് പെരിഞ്ചീരകം, ഇത്രയും വന്നിട്ടിട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ട് ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതേസമയം നമ്മുടെ ചീനിച്ചട്ടിയിൽ നമ്മൾ കാഷ്യൂവും അണ്ടിപ്പരിപ്പും വന്നിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നെയ്യും ഇതൊക്കെ കൂടെ തിളച്ച വന്നിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് വന്നിട്ട് അരി ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കിയിട്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്ടാണ് ഞാൻ വന്നിട്ട് വേവിച്ചത്. കാര്യം ബിരിയാണി അരി കുറച്ച് വെന്ത് പോയാലേ ടേസ്റ്റ് പോവും, വേവ് കിട്ടിയില്ലെങ്കിലും ടേസ്റ്റ് കമ്മിയാവും. പിന്നെ വന്നിട്ട് അതേ നെയ്യുള്ള പാനിലേക്ക് കൊണ്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് സവാള വന്നിട്ട് വാട്ടാൻ വേണ്ടി വെച്ചു. കുറച്ച് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടെ വന്നിട്ട് ആഡ് ചെയ്തിട്ട് വെച്ചു. ആ ടൈമിൽ വന്നിട്ട് നമുക്ക് ഒരു 2 തക്കാളി വേണ്ടായിരുന്നു, 1 തക്കാളി എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. സവാള ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് ചതച്ച് വെച്ച് ഫുള്ള് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുളക് പൊടി വേറെ ചേർക്കുന്നില്ലല്ലോ. അത് നന്നായിട്ട് ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തക്കാളി വന്നിട്ട് കുറച്ച് സ്ലൈസായിട്ട് തീരെ തിന്നായിട്ട് വന്നിട്ട് കട്ട് ചെയ്ത് വന്നിട്ട് അത് ചേർക്കുന്നുണ്ട്. ഈ പച്ചമുളക് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കാണ് ചേർക്കണം. അന്നേരത്തേന് നമ്മുടെ റൈസ് ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെയും ഞാൻ മാറ്റി വെച്ചു. വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്തെ എൻ്റെ മകൾ ഭയങ്കര അലമായിരുന്നു, അതുകൊണ്ട് ഞാൻ പകുതി നിർത്തി വെച്ച്. പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു 2 സ്പൂൺ മല്ലിച്ചപ്പും, അതേപോലെ 2 സ്പൂൺ ചോപ്പ് ചെയ്ത് കഴിയുമ്പോൾ 2 സ്പൂൺ മല്ലിച്ചപ്പും 2 സ്പൂൺ പുതിനയും കൂടെ വന്നിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഈ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി വന്നിട്ട് ഈ നമ്മുടെ സവാളയിലും പച്ചമുളകും ഇഞ്ചിയിലേക്കും വന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അത് നന്നായിട്ട് വന്നിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വന്നിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അത് ഇളക്കി. അതിന് ശേഷം നമ്മുടെ പുതിനയും മല്ലിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വന്നിട്ട് മിക്സ് ചെയ്ത് ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി അടച്ചു വെച്ചു. പിന്നെ വന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്തുടങ്ങി കുറച്ച് എണ്ണയൊക്കെ അങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. നന്നായിട്ട് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ വന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. മാക്സിമം നിങ്ങൾക്ക് എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും, 2 ഹവേഴ്സൊക്കെ വെച്ചാൽ അത്രയും നല്ലത്. ഞാനൊരു കറക്റ്റ് 1 അവർ വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് വെച്ചിട്ട് ആ ചിക്കന് ആവശ്യത്തിന് ചേർക്കേണ്ട ഉപ്പും കൂടെ അങ്ങ് ആഡ് ചെയ്ത് അതങ്ങ് അടച്ച് വയ്ക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. അതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യാണ്ട് അത് നന്നായിട്ട് അടച്ച്
ഇളക്കി വേവിക്കുക. അതിന് ശേഷം അതൊരു 1/4 വേവ് ആകുമ്പോൾ എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ ഒരു 1/4 പോർഷൻ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വരും, ദമ്മിടുമ്പോൾ വേണ്ടി വരും. ബാക്കി വന്നിട്ട് ഫുള്ള് നമ്മൾ ആ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇടയ്ക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാൻ എടുത്ത നേരത്താണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് വീണ്ടും ഇളക്കി വെച്ചിട്ട് കുറച്ച് ഗരം മസാല, ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വിനീഗറല്ല നമ്മുടെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതിന് നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സ് ചെയ്ത് അടച്ച് വെക്കുക ഗൈസ്. എന്നിട്ട് നമ്മളെ ദമ്മിടാനാണ് ഇനി പോകേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയായിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് നമ്മുടെ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമുണ്ട്, അതിലേക്കാണ് വന്നിട്ട് ദമ്മിടുന്നത്. ആദ്യം ഞാൻ കുറച്ച് നെയ്യ് വന്നിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ നെയ്യ് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ആഡ് ചെയ്തതാണ്. ആ നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ അടിയിൽ വന്നിട്ട് നന്നായിട്ടത് നിരത്തി അങ്ങ് വെച്ചു. ഫുള്ള് ഗ്രേവി എല്ലാം വന്നിട്ട് നന്നായിട്ട് അങ്ങ് നിരത്തി വെച്ചു. അതിൻ്റെ പുറമേക്ക് നമ്മൾ വന്നിട്ട് റൈസ് ഒരു 2 ലെയറായിട്ട് ചെയ്യേണ്ട പോലെ ഓരോ ലെയറിന് ആവശ്യത്തിനുള്ള റൈസ് എടുത്ത് വന്നിട്ട് സെറ്റ് ചെയ്തു. ഇതിലേക്ക് ഞാൻ പിന്നെ വന്നിട്ട് നമ്മൾ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചു. ഇതാണ് ഞാൻ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും വന്നിട്ട് നമ്മൾ ചോറിട്ടതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കിസ്മിസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന അടുത്ത ലെയറിലേക്കിട്ട് അതിൻ്റെ മേലെയാണ് ഞാൻ വന്നിട്ട് നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത വെള്ളം വന്നിട്ട് ഒഴിച്ച് കൊടുക്കണം. ബാക്കി റൈസും കൂടിയിട്ട് അത് നന്നായിട്ട് മൂടി അടച്ചു വെച്ചു. അടി കട്ടി കുറവായതുകൊണ്ട് പാത്രത്തിന് ഞാൻ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് വന്നിട്ട് ദമ്മിട്ടിട്ട് വെച്ചിരുന്നത്. പിന്നെ അതിന് ശേഷം വീണ്ടും ഒരു 1 hour കഴിഞ്ഞ് ഞാനത് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കുറച്ച് വൈറ്റ് റൈസ് പോലുള്ള പോർഷൻ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ മൊത്തം മസാല മിക്സ് ചെയ്തത്. കാര്യം മസാല എല്ലാവർക്കും മൊത്തം ഇഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ. റൈസും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൈസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് ബാക്കി മൊത്തം മസാല മിക്സ് ചെയ്തത്. പിന്നെ വന്നിട്ട് കുറച്ചുകൂടെ ആവശ്യത്തിന് വേണ്ടത് കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവായപ്പോഴത്തേക്കിന് ഞാൻ ഫുള്ളായിട്ട് അതെല്ലാം അടച്ച് വെച്ചിട്ട് അതെല്ലാം പൊത്തി വെച്ച് അതിൻ്റെ മേലേക്ക് നമ്മുടെ പ്ലെയിൻ റൈസ് പോലെ മിക്സ് ചെയ്യാത്ത റൈസ് വന്നിട്ട് അതിൻ്റെ സൈഡിലിട്ട് വെച്ചു. നമുക്ക് ആവശ്യത്തിന് വിളമ്പുമ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് വിളമ്പാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് സാലഡ് ഉണ്ടായിരുന്നു, തൈര് വെറുതെ ഉണ്ടായിരുന്നു, തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നിട്ട് കുറച്ച് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഗ്രേവി തികഞ്ഞില്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി. പിന്നെ തമിഴ്നാട് ബിരിയാണി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നാരങ്ങാച്ചാർ ഉണ്ടായിരുന്നു. പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, അടിപൊളിയായിരുന്നു. എനിക്ക് റൈസ് കുറച്ച് വന്നിട്ട് വേകാനുണ്ടായിരുന്നു. നൈറ്റ് വന്നിട്ട് അത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് സെറ്റായി. ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്.